തുഷാർ വെള്ളാപ്പള്ളി തൃശൂരിൽ BDJ സ്ഥാനാർത്ഥിയാകും. വയനാട്ടിൽ പൈലി വാദ്യാട്ട് മത്സരിക്കും. രാഹുൽ ഗാന്ധി മത്സരിക്കാൻ എത്തുകയാണെങ്കിൽ വയനാടിന്റെ കാര്യത്തിൽ മാറ്റമുണ്ടാകുമെന്നും നേതൃത്വം വ്യക്തമാക്കി. SNDP ഭാരവാഹിത്വം ഉടൻ ഒഴിയില്ല എന്ന സൂചനയും തുഷാർ വെള്ളാപ്പള്ളി നൽകി. തൃശ്ശൂർ നിയമസഭ പാർലമെൻറ്റ് സീറ്റിലേക്ക് ഞാനാണ് സ്ഥാനാർത്ഥിയായി സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന കൗൺസിലും അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റിയും ഒക്കെ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അത് അംഗീകരിച്ചുകൊണ്ട് അവിടുത്തെ പ്രവർത്തനങ്ങൾ മറ്റന്നാൾ മുതൽ വളരെ സജീവമായി ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. അതുപോലെ വയനാട് നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ശ്രീ പൈലി വാത്യാട്ടാണ്. ഈ രണ്ട് സ്ഥാനാർത്ഥികളാണ് ഞങ്ങളുടെ 5 പാർലമെൻറ്റ് സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥികൾ മുഴുവൻ ഞങ്ങൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. രഞ്ജിത്ത് വിശദാംശങ്ങളുമായുണ്ട്. രഞ്ജിത്ത്, തൃശൂരിൽ തുഷാർ വെള്ളാപ്പള്ളി തന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒപ്പം വയനാട്ടിലെ സ്ഥാനാർത്ഥിയെയും പ്രഖ്യാപിച്ചു. രാഹുൽ ഗാന്ധി മത്സരത്തിന് ഇറങ്ങുകയാണെങ്കിൽ ആ സ്ഥാനാർത്ഥിയെ മാറ്റുന്നതിൽ അതിലും ഒരു തീരുമാനമുണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നു. എന്തെല്ലാം കാര്യങ്ങൾ വ്യക്തമാക്കി തുഷാർ വെള്ളാപ്പള്ളി? അനുജ, തീർച്ചയായിട്ടും ദിവസങ്ങൾ നീണ്ട രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്ക് വിരാമം കുറിച്ചുകൊണ്ടാണ് ഇപ്പോൾ തൃശൂരിലെ BDJ NDA സ്ഥാനാർത്ഥിയെ ആയി തുഷാർ പള്ളിയുടെ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. അല്പസമയം നടന്ന വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ അതായത് ഇന്നലെയാണ് BDJന് അനുവദിക്കപ്പെട്ട 5 സീറ്റുകളിൽ 3 ഇടങ്ങളിലെ സ്ഥാനാർത്ഥികളെ തുഷാർ വെള്ളാപ്പള്ളി പ്രഖ്യാപിച്ചത്. അതായത് മാവേലിക്കരയും ആലത്തൂരും ഇടുക്കിയിലുമാണ് സ്ഥാനാർത്ഥികളെ ഇന്നലെ പ്രഖ്യാപിച്ചു. എന്നാൽ തൃശൂരിലും വയനാട്ടിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത്, പ്രത്യേകിച്ച് തൃശൂരിൽ സ്ഥാനാർത്ഥിയെ വൈകുന്നതിനുള്ള അതൃപ്തി പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് BJPയുടെ സംസ്ഥാന നേതൃത്വം ഇന്നലെ തന്നെ രംഗത്തെത്തിയിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് തിടുക്കത്തിൽ ഇന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായത് എന്ന് നമുക്ക് അനുമാനിക്കേണ്ടിയിരിക്കുന്നു. ഇതിൽ തന്നെ തുഷാർ തൃശൂരിൽ സ്ഥാനാർത്ഥിയാകുമ്പോൾ ഒരുപക്ഷെ കാര്യമായ രീതിയിൽ പരിഗണിക്കപ്പെടാതിരുന്ന അല്ലെങ്കിൽ വലിയ ചർച്ച ചെയ്യപ്പെടാതിരുന്ന ഒരു പേരാണ് പൈലി വാദ്യാട്ട്. അദ്ദേഹം വയനാട്ടിൽ BDJന്റെ സ്ഥാനാർത്ഥിയായി എത്തുകയും ചെയ്യുന്നു. അതേസമയം തന്നെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി എത്തുകയാണെങ്കിൽ അവിടെ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥിത്വ മാറ്റം ഉണ്ടാകും. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പൈലി വാദ്യാട്ട് തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ള പ്രഖ്യാപനമാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് നേരത്തെ തന്നെ BJP സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു, ഇത്തരത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ വയനാട്ടിൽ ഇറക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ BDJയിൽ നിന്ന് ആ സീറ്റ് ചോദിച്ച് വാങ്ങുമെന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ പ്രകാരം അത്തരത്തിലുള്ള ഒരു രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ സീറ്റ് വിട്ടു നൽകുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ആശയവിനിമയം BJP നേതൃത്വവുമായി BDJ നേതൃത്വം നടത്തി കഴിഞ്ഞു. അതിനുശേഷമാണ് ഇപ്പോൾ താൽക്കാലികമായെങ്കിലും, അതായത് രാഹുൽ ഗാന്ധി വരുന്നത് വരെയെങ്കിലും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം ഉണ്ടാകുന്നത് വരെ പൈലി വാദ്യാട്ടിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതായാലും തുഷാറിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അദ്ദേഹത്തിന്റെ പ്രചാരണം മറ്റന്നാൾ മുതൽ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. രഞ്ജിത്ത്, SNDPയുടെ ഭാരവാഹിത്വം അദ്ദേഹം ഒഴിയില്ല എന്ന തരത്തിലേക്കാണോ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ സൂചന നൽകിയത്? എന്താണ് അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ കൂടുതൽ കാര്യങ്ങൾ? അനുജ, തീർച്ചയായിട്ടും അതുതന്നെയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നാടകം എന്ന് പറയുന്നത്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. തുഷാറിന്റെ സ്ഥാനാർത്ഥിത്വത്തെ എതിർത്ത് ആദ്യം അദ്ദേഹം രംഗത്തെത്തി, പിന്നീട് അദ്ദേഹം അതിൽ മയപ്പെടുത്തി തുഷാർ സ്ഥാനാർത്ഥിയാകുന്നെങ്കിൽ ആകട്ടെ അദ്ദേഹം BDJന്റെ ഒരു നേതാവാണ്, സ്വാഭാവികമായും അദ്ദേഹത്തിന് അത്തരത്തിലുള്ള സമ്മർദ്ദം വരാം, ഒരുപക്ഷെ മത്സരിക്കട്ടെ, എങ്കിൽ തുഷാർ മത്സരിക്കുകയാണെങ്കിൽ പക്ഷേ SNDP യോഗത്തിന്റെ ഭാരവാഹിത്വം ഒഴിച്ചുകൊണ്ട് തന്നെയായിരിക്കണം അദ്ദേഹം മത്സരിക്കേണ്ടത്. അത് തന്റെ അഭിപ്രായമാണ് എന്നടക്കം വെള്ളാപ്പള്ളി നടേശൻ പറയുകയും ചെയ്തു. അത് അംഗീകരിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇന്നലെ വൈകിട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞത്. ആവശ്യമെങ്കിൽ SNDP യോഗത്തിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനം ഭാരവാഹിത്വം ഒഴിഞ്ഞുകൊണ്ടായിരിക്കും സ്ഥാനാർത്ഥിത്വം അല്ലെങ്കിൽ മത്സരിക്കുക എന്ന് അദ്ദേഹം വ്യക്തമാക്കി. പക്ഷേ ഇന്ന് അതിൽ നിന്ന് തികച്ചും വിഭിന്നമായി അദ്ദേഹം തന്റെ ആ മുൻ നിലപാടിൽ നിന്ന് മലക്കം മറിഞ്ഞുകൊണ്ട് ഇപ്പോൾ സ്ഥാനാർത്ഥിയായെങ്കിലും SNDP യോഗത്തിന്റെ ഭാരവാഹിത്വം ഒഴിയേണ്ട ഒരു സാഹചര്യവുമില്ല, തന്നോട് സംഘടനയിൽ നിന്ന് ആരും ഇത്തരത്തിലുള്ള ഒരു രാജി ആവശ്യപ്പെട്ടിട്ടില്ല എന്നൊരു വിശദീകരണവും അദ്ദേഹം നൽകുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാവുന്നത്, ഇന്ന് രാവിലെ SNDP യോഗത്തിന്റെ കൗൺസിൽ യോഗവും ഡയറക്ടർ ബോർഡ് യോഗവും ചേർന്നു. ഈ യോഗത്തിനകത്ത് ഇത്തരത്തിൽ തുഷാറിനെതിരായി ഒരു വികാരം ഉയർന്നില്ല എന്ന് വേണം അനുമാനിക്കാൻ. വെള്ളാപ്പള്ളി നടേശൻ ഇക്കാര്യത്തിൽ ശക്തമായ നിലപാട് നേരത്തെ ഉന്നയിച്ചുവെങ്കിലും യോഗത്തിനകത്ത്, അതായത് കൗൺസിൽ യോഗത്തിനകത്തും ഡയറക്ടർ ബോർഡ് യോഗത്തിനകത്തും തുഷാർ ഭാരവാഹിത്വം ഒഴിയേണ്ട എന്നൊരു നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. തുഷാർ വെള്ളാപ്പള്ളി തൃശൂരിൽ BDJ സ്ഥാനാർത്ഥിയായി മത്സരിക്കും. വയനാട്ടിൽ പൈലി വാദ്യാട്ടായിരിക്കും സ്ഥാനാർത്ഥി. BJPക്ക് ഈ സീറ്റ് വിട്ടുകൊടുക്കുന്നതിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്ന തരത്തിലേക്കാണ് രാഹുൽ ഗാന്ധി വരികയാണെങ്കിൽ എന്നുകൂടി ഇന്ന് തുഷാർ വെള്ളാപ്പള്ളി വ്യക്തമാക്കുകയുണ്ടായി.